ഹായ് സുഹൃത്തുക്കളെ, വളരെ അപകടം പതിയിരിക്കുന്ന പോത്തങ്കോട് വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥയാണിത്. ഇത് പൊളിഞ്ഞ് മുകളിൽ നിന്ന് പൊളിഞ്ഞു വന്ന് വീഴുന്നതാണ് ഈ സാധനം. വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നിന്ന് പൊളിഞ്ഞു വീഴുന്ന സാധനമാണ് ഇത്. ഒരുപാട് അപകടം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് അധികൃതർ കണ്ടില്ലെന്ന് നടക്കുന്നതാണ്. ഇവിടെ പഞ്ചായത്തൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരുപാട് വണ്ടികൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. എന്താ പേരെന്താ? ഈ ടാങ്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഈ ടാങ്ക് ഇത് പൊട്ടിപ്പൊളിഞ്ഞ കരിക്കല്ലേ? ഞാൻ പോത്തങ്കോട് ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ഒരു ഭാരവാഹിയാണ്. എന്താ പേര് ചേട്ടൻ്റെ? എൻ്റെ പേര് ഷൈജു ബാബു എന്നാണ്. ഈ ടാങ്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് പൊതുജനത്തിന്. ഇത് ഇടിഞ്ഞ് മണ്ടേ കൂടെ ഒക്കെ വന്ന് ഒരുപാട് പേര് മരണപ്പെടാനുള്ള ചാൻസ് ഇല്ലേ? അതുകൊണ്ട് ഇതിവിടെ പഞ്ചായത്തുകാരൊന്നും ഇത് കാണുന്നില്ല. പഞ്ചായത്ത് ആർക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിക്കാരൊന്നും ഇത് വന്ന് കാണുന്നില്ലേ? വളരെ ബുദ്ധിമുട്ടാണ് പൊതുജനത്തിന്. ഇത് വളരെ അപകടം ഉണ്ടാക്കി. ഇത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണിത്. ഇത് മാറ്റണമെന്നാണ് മരാമത്ത് വകുപ്പിൻ്റെ നമുക്ക് പറയാനുള്ളത്. ആട്ടോ തൊഴിലാളികളെ പ്രതി ഇതിവിടെ വാട്ടർ അതോറിറ്റിക്കാർ ആരും കാണുന്നില്ലേ? ഇത് ഇങ്ങനെ നിർത്തിയിരുന്ന ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാവില്ലേ? ഞാൻ കണ്ട സാധനം വീണ് കണ്ടായിരുന്നു. ഇതിന് ഇനി നടപടി എന്തുകൊണ്ട് ഇത് അധികൃതർ നടപടി എടുക്കുന്നില്ല? പൊളിഞ്ഞു വീഴുന്നതല്ലേ മുകളിൽ നിന്ന്? ഇതാണ് തലേ വീണ ആള് ചത്തുപോലും. ഇത് പഞ്ചായത്തുകാർ കാണുന്നില്ലേ? പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. ഫണ്ട് ചെയ്തത്. ഇനിയിപ്പോ ഇത് എന്താ പൊതുജനങ്ങൾ ഇനി ഇതിനായിട്ട് സമരത്തിന് ഇറങ്ങിയാൽ ഇത് പൊളിച്ച് മാറ്റുള്ളൂ തോന്നുന്നു. ഇനി എന്ത് നിങ്ങളുടെ എന്താണ് ഇത് ചെയ്താൽ ഇത് ഇനി എന്താണ് ഇത്? പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല. ഇത് മറിഞ്ഞു വീഴുന്ന ആരെങ്കിലൊക്കെ മരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും പറയണെങ്കിൽ ഞാൻ ബ്ലോഗറാണ്. ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. നേരെ യൂട്യൂബിൽ പോകും. ഞാൻ 67,000 പേര് കാണുന്ന ചാനൽ. 67. ഞാൻ ഇട്ടുതരാം. ഞാൻ ഇട്ടുതരാം. വളരെ അപകടം പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ അപകടമാണിത്.
അല്ല അല്ല